ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് രുചികരമായ ചക്കക്കുരുവും ഉണക്കക്കൊഞ്ചും മാങ്ങയും കൂടിയുള്ള തോരനാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ഇനി നമുക്ക് ആവശ്യമായ ചേരുവകൾ നോക്കാം. ഒരു 15 ചക്കക്കുരു പുറംതൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതായി നീളത്തിലരിഞ്ഞതാണ്. ഇതിൻ്റെ പുറത്തെ ബ്രൗൺ കളർ തൊലി കളഞ്ഞിട്ടില്ല. നന്നായി വേവിച്ച് കഴിക്കണം, പുറംതൊലിക്ക് കട്ടി കൂടുതലുള്ളത് കൊണ്ട്. ഇനി വേണ്ടിയത് 10 ചെറിയുള്ളി നീളത്തിലരിഞ്ഞത്, ചെറിയ പീസ് മാങ്ങ നീളത്തിലരിഞ്ഞത്, 20 ഗ്രാം ഉണക്കക്കൊഞ്ച്. ഇത് ചെറിയ കൊഞ്ചാണ്, നിങ്ങൾക്ക് വലിയ കൊഞ്ചും എടുക്കാവുന്നതാണ്. കൂടെ തന്നെ അരപ്പിനായി 1 കപ്പ് തേങ്ങ ചിരകിയത്, 2 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില. ഇത്രയും ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ചതച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് കഴുകി വെച്ചിരിക്കുന്ന ഉണക്കക്കൊഞ്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചൂടായി വരുമ്പോൾ ഉണക്കക്കൊഞ്ചിൻ്റെ നിറം മാറും. അന്നേരം ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഇത്രയും റെഡിയായി കഴിഞ്ഞാൽ ഒരു പാൻ വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചക്കക്കുരു വേവാൻ ആവശ്യമായ 3 ഗ്ലാസ് വെള്ളവും ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചക്കക്കുരു ഒരു 1/4 വേവാകുമ്പോൾ ഇതിലേക്ക് 10 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചെറിയ കഷ്ണം മാങ്ങ നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇത്രയും നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി മൂടി തുറന്ന് ചക്കക്കുരു നന്നായി വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് ഉടച്ച് നോക്കിയാൽ മതി. ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന 20 ഗ്രാം ഉണക്കക്കൊഞ്ച് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചതച്ച തേങ്ങയരപ്പും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇളക്കി കഴിഞ്ഞ് മൂടി വെച്ച് ചെറുതീയിലൊരു 3 മിനിറ്റ് കൂടി വേവിക്കാം. ശേഷം മൂടി തുറന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എല്ലാം വെന്ത് പാകമായിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയുമായാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ഉണക്കക്കൊഞ്ച് മാങ്ങാത്തോരൻ തയ്യാറായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുകയും വേണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.